ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച PV അൻവർ സ്വയം മുന്നണി ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമോ എന്ന് അതേ CPM മുൻകൈയെടുത്ത് രംഗത്തെത്തുന്നു. 2016 ഇടതു നൽകിയ പാലം വലിക്കുമോ എന്ന് ഇനി അറിയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തോടെ അൻവറിന് ഇനി ഇടതിൽ ഇടമില്ല എന്നുള്ളത് കാര്യം ഉറപ്പായി കഴിഞ്ഞു. അല്ലെങ്കിൽ പരാതിക്കാരനായ തന്നെ കുറ്റക്കാരനാക്കിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിനീത വിധേയനായി ശിഷ്ടകാലം കഴിയേണ്ടി വരും. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, സ്വർണ്ണക്കടത്തുകാർക്കും ഹവാല പണമിടപാടുകാർക്കും വേണ്ടിയാണ് അൻവറിന്റെ നീക്കമെന്ന് പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ PV അൻവറിനെ യാതൊരു തരത്തിലും പിന്തുണച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാം തള്ളിക്കളഞ്ഞു. വാദി ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ്. അൻവർ ഒന്നാമതായി ഉന്നമിട്ട ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തിയ മുഖ്യമന്ത്രി ആരോപണങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാകുമെന്നും വ്യാമോഹിക്കേണ്ട എന്ന സംശയത്തിന് ഇടയില്ലാതെ പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ADGPയെ നല്ലതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നുണ്ട്. അൻവർ ആരോപിച്ചതുപോലെ പോലീസ് സ്വർണ്ണക്കടത്ത് നടത്തുന്നില്ല എന്നും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവർ ഉന്നമിട്ട രണ്ടാം MP ശശിയായിരുന്നു. ശശിയെക്കുറിച്ച് പിണറായി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഓഫീസിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമവിരുദ്ധമായ കാര്യത്തിന് ശശിയുടെ അടുത്തെത്തിയ അൻവർ അത് ചെയ്തു കിട്ടാത്തതിൻ്റെ പേരിലാണ് ശശിയെ വേട്ടയാടുന്നത് എന്ന് വ്യാംഗ്യമായി ദ്യോതിപ്പിക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം മുൻ SP സുജിത് ദാസിന് നേരെ എടുത്ത നടപടിയും അങ്ങനെ തന്നെയാണ്. മരമുറിയുടെ പേരിൽ അല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ പിണറായി അൻവറിനോട് വാവിട്ട രീതിയിൽ സംസാരിച്ചതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ സസ്പെൻഷന് കാരണമായി തീർന്നത് എന്നും തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമോ എന്നും ചോദിച്ച പിണറായി വിജയൻ അക്കാര്യത്തിലും അൻവറിനെ തള്ളിക്കളയുകയായിരുന്നു. ഒരുപക്ഷെ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞു. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ അൻവറിനെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമവും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായി എന്ന് വേണം പറയാൻ. ഞാനും അൻവറും തമ്മിലുണ്ടായിരുന്ന കൂടിക്കാഴ്ച വെറും 5 മിനിറ്റ് മാത്രമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു സംസാരം നടന്നത്. അരമണിക്കൂറോളം സമയമെടുത്ത് വിശദമായി മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള അൻവറിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. ഈ അവകാശം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നതും. കൂടിക്കാഴ്ച നീണ്ടുപോയത് കാണിക്കാൻ സെക്രട്ടേറിയറ്റിനുള്ളിൽ വെറുതെ സമയം ചിലവിട്ടയാളാണ് അൻവർ എന്ന പരിഹാസവും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. അൻവറിന്റെ കോൺഗ്രസ് ബന്ധം ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി അൻവർ ഇടത് പശ്ചാത്തലമുള്ള ആളല്ല എന്ന് പറഞ്ഞ് അൻവറിനെ പിന്തുണയ്ക്കുന്ന CPM പ്രവർത്തകർക്കുള്ള സന്ദേശമാണ് ഇതെന്നും പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവാണ് 150 കോടി രൂപ കണ്ടെയ്നറിൽ എത്തിച്ചുവെന്ന അൻവറിന്റെ ആരോപണം ഒപ്പം നിന്നവർക്ക് പോലും ഏറ്റെടുക്കാതെ വന്നപ്പോൾ അപസഹനീയമായതാണ് നിലമ്പൂർ MLA എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് 3 ആഴ്ച മുമ്പ് പുതിയ വിവാദങ്ങളുമായി അൻവറിന്റെ കടന്നുവരവ്. എന്നാൽ ADGPക്കെതിരെ അന്വേഷണമെന്ന പരസ്യ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത്. CPI പൂർണ്ണമായും അൻവറിനെ പിന്തുണച്ചിരുന്നു. ഇതോടെ താരപരിവേഷം കിട്ടിയ അൻവർ കൂടുതൽ ആക്രമണവുമായി മുന്നോട്ട് പോയിരുന്നു. ഇന്ന് അൻവറിനെ പൂർണ്ണമായി തള്ളിയ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഒരു ചോദ്യം മാത്രം ഉയർന്നു നിൽക്കുന്നു. ഒരു ഘട്ടത്തിലും അൻവറിനെ തള്ളുന്നുവെന്ന് സൂചന കൊടുക്കാതെ പിണറായി നിലമ്പൂർ MLA അതിരൂക്ഷമായി ഇന്ന് പെട്ടെന്ന് വിമർശിക്കുമ്പോൾ കാരണം എന്തായിരിക്കും? ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അന്വേഷണം പ്രഖ്യാപിക്കാനുമൊക്കെ അൻവർ പറയുന്നത് ശരിയാണെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്നാണ് അക്കാര്യം മനസ്സിലാവുന്നത്. സ്വന്തം ഓഫീസിനെതിരെ ഉയർന്ന ആരോപണം ആയിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി ആരോപണം തള്ളിയിരുന്നില്ല. അൻവറിനു വേണ്ടി സൈബർ ലോകത്തെ ഇടത് പോരാളികളെ വരെ രംഗത്ത് വന്നിരുന്നു. പാർട്ടി അണികൾക്ക് പുറമെ നേതാക്കളിൽ ചിലരും അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ അൻവറിന് മുൻനിർത്തിയുള്ള നീക്കങ്ങൾ തനിക്കെതിരെയാണെന്ന തോന്നലായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം നടക്കുന്ന ഈ സമയത്ത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അവസാന നിമിഷം അൻവറിന്റെ ഈ വാക്കുകളെല്ലാം ഒറ്റയടിക്ക് തള്ളിയത് എന്നാണ് മനസ്സിലാവാത്തത്. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ADGPയെ മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം സുരക്ഷിതനായിട്ട് തന്നെ ഇരിക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് യാതൊരുവിധ മാറ്റവുമില്ലാതെയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവറിനെതിരെ ആഞ്ഞടിച്ചിരുന്നത്.